ഹായ് ഗൈസ്, നമ്മൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് മെറ്റാട്രേഡർ 5ൻ്റെ PC വേർഷനിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു മെറ്റാട്രേഡർ 5ൻ്റെ ഇൻ്റർഫേസ് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബേസിക്കലി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. കാരണം മെറ്റാട്രേഡർ 5 എന്ന് പറയുന്നത് നോർമലി PCയിൽ ഒരു ഓൾഡ് സ്കൂൾ വെർഷനാണ് അല്ലേ. നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോണിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. ബട്ട് സ്റ്റിൽ നമുക്ക് PC തന്നെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് PC വേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിൽ ഒരുപാട് കൺഫ്യൂഷൻസ് വരാറുണ്ട്. അതിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഏതാണ് ഡിഫിക്കൽട്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് സോർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങനെയാണ് മെറ്റാട്രേഡർ ഡൗൺലോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് PC വേർഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇവിടുന്നാണെങ്കിലും മെറ്റാട്രേഡറിൻ്റെ ഏത് ഡിവൈസിലെ വേർഷൻ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, മെറ്റാട്രേഡർ 5 എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഓക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇത് കാണും. അതിനകത്ത് ഫസ്റ്റ് മെറ്റാട്രേഡർ 5ൻ്റെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവരുടെ തന്നെ മെയിനായിട്ടുമുള്ളൊരു വെബ്സൈറ്റിലേക്കായിരിക്കും പോകുന്നത്. ഇതിനകത്ത് നമുക്ക് പല വേർഷനിൽ, ഇപ്പം iOSന് വേണോ, ആൻഡ്രോയിഡിന് വേണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം വിൻഡോസിന് വേണോ, മാക്OSന് വേണോ, എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് വേണ്ട സ്പെസിഫിക് ആയിട്ട് ഏത് വേർഷനാണോ അത് നമുക്ക് ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം മാക്OSന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, വിൻഡോസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അല്ലാതെ മാക്OSന് ഇപ്പം മൊബൈൽ വേർഷനും PCയിൽ അവൈലബിൾ ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നിന്ന് മെറ്റാട്രേഡർ 5 ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, അത് ബേസിക്കലി നമുക്ക് ആപ്പ് സ്റ്റോർ എടുക്കണം. മാക്OSലെ ആപ്പ് സ്റ്റോർ എടുത്തിട്ട് ഇവിടെ മെറ്റാട്രേഡർ 5 എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്OSലുള്ളൊരു അഡ്വാൻറ്റേജ്, നമുക്ക് PC വേർഷനും മൊബൈൽ വേർഷനും മാക്OSൽ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്പാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മൊബൈൽ വേർഷൻ കിട്ടും. നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് ഈ ഒരു ഓപ്ഷനാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് PC വേർഷൻ കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ വിൻഡോസിൻ്റെ അല്ലെങ്കിൽ മാക്OSൻ്റെ ഈ ഒരു വേർഷനാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പം ബേസിക്കലി ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് എല്ലാവർക്കും ഡൗട്ട് വരാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു പോപ്പപ്പ് ഇവിടെ വരാറുണ്ട്. ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ് കാണാറുണ്ട്. അപ്പം ഇത് MQL5 അല്ലെങ്കിൽ മെറ്റാട്രേഡറിൻ്റെ പ്രൊഫൈലിൻ്റെ ലോഗിൻ ഐഡിയും പാസ്വേഡും ആണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് വേണം എന്നില്ല. അപ്പം ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും വരുന്ന ഡിഫിക്കൽട്ടി ഇവിടെ ലോഗിൻ ഐഡി പാസ്വേഡും കൊടുക്കുമ്പം നമുക്ക് ലോഗിൻ ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് MQL5ൻ്റെ ഈ ഒരു ലോഗിൻ പോപ്പപ്പാണ്. ഈ MQL5ൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പോപ്പപ്പ് പോകും. നമുക്കതിൽ ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം പിന്നീട് നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇതിനകത്ത് ചിലപ്പോൾ പല ആൾക്കാർക്കും പല ഡയലോഗ് ബോക്സും മിസ്സിങ് ആയിരിക്കും. അതാണ് സെക്കൻഡ്ലി നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഇഷ്യൂ. അപ്പോൾ ബേസിക്കലി നമുക്ക് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ, ഇവിടെ റൈറ്റ് സൈഡിൽ ഫയലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വ്യൂ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. സിംബൽസ്, മാർക്കറ്റ് വാച്ച്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കറൻസി പെയറിൻ്റെ ഒക്കെ തൊട്ട് മേളിൽ കാണാൻ പറ്റും മാർക്കറ്റ് വാച്ച് എന്ന് പറയുന്നതാണ് ഈ ഒരു ഡയലോഗ് ബോക്സ്. ഇത് ഞാൻ ക്ലോസ് ചെയ്തിട്ട് മാർക്കറ്റ് വാച്ച് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് Ctrl+M വേണമെങ്കിൽ യൂസ് ചെയ്യാം. മാർക്കറ്റ് വാച്ചാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് വാച്ച് വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ കറൻസി പെയറും ആഡ് ചെയ്യാം. ഇപ്പോൾ യൂറോ USD അല്ലെങ്കിൽ യൂറോ AUD, യൂറോ CAD ഏത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കറൻസി പെയർ നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, മാർക്കറ്റ് വാച്ച് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സിൽ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കറൻസി പെയർസ് ആഡ് ചെയ്യാൻ പറ്റും. അടുത്ത കറൻസി പെയർ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഈ ഒരു കറൻസി പെയർ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ചാർട്ടിൽ എങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു യൂറോ USD ആണ് അല്ലെ AUD JPY ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചാർട്ട് വിൻഡോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ചാർട്ട് വിൻഡോ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ നമുക്ക് ആ ഒരു ചാർട്ട് പോപ്പപ്പ് ആയിട്ട് വരും. അപ്പോൾ മൾട്ടിപ്പിൾ ചാർട്ട്സ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ഇപ്പോൾ AUD CADൻ്റെ ആണ് ഓപ്പൺ ആക്കുന്നതെന്നുണ്ടെങ്കിൽ ചാർട്ട് വിൻഡോ എടുക്കാം. ഇവിടെ ടൈം ഫ്രെയിം ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ ഇത് കണ്ടോ, AUD JPYയുടെ ചാർട്ട്, AUD CADൻ്റെ ചാർട്ട്, യൂറോ USDയുടെ ചാർട്ട്, ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ചാർട്ട്സ് ഇവിടെ ഓപ്പൺ ആക്കി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ടും പറയാനുള്ളൊരു കാര്യം. ഇനി മാർക്കറ്റ് വാച്ച് കഴിഞ്ഞിട്ട് ഏതൊക്കെ ടൂൾസാണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ടും വേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യൂ എടുക്കണം. അതിനുശേഷം ഡേറ്റ വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഡേറ്റ വിൻഡോയിൽ ബേസിക്കലി ഇങ്ങനത്തെ കുറേ ഡേറ്റാസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണം എന്നില്ല, ഇത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നാവിഗേറ്റർ എന്ന് പറയുന്ന
ഓപ്ഷൻ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അക്കൗണ്ട് ലോഗിൻ ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ബേസിക്കലി നാവിഗേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് മാൻഡേറ്ററി ആയിട്ടും വേണം. ഇവിടെയാണ് നമ്മൾ അക്കൗണ്ട്സ് ലോഗിൻ ചെയ്യുന്നത്. ഇനി വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൂൾ ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ടൂൾ ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമുക്ക് എടുക്കുന്ന ട്രേഡ്, ബാലൻസ്, എത്ര ഫ്രീ മാർജിൻ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമ്മളൊരു ട്രേഡൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ ടൂൾസ് ആണ് മാർക്കറ്റ് വാച്ച്, നാവിഗേറ്റർ, ഈ പറയുന്ന ടൂൾ ബോക്സ്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ടും PC ഇൻ്റർഫേസിൽ വേണ്ടത്. അതിൽ തന്നെ നമ്മളൊരു അക്കൗണ്ട് ലോഗിൻ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളിപ്പോൾ HFM ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡെമോ ആണെങ്കിൽ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് മെയിലിലേക്ക് അതിൻ്റെ ക്രെഡൻഷ്യൽസ് വരും. ഈ ഒരു ക്രെഡൻഷ്യൽസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട അക്കൗണ്ട് നമ്പർ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം അക്കൗണ്ട് നമ്പർ ഏതാണെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്. അക്കൗണ്ട് നമ്പർ, സെർവർ ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പം വെച്ചിട്ടുള്ളൊരു പാസ്വേഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, MetaTrader 5 എടുക്കാം, ഈ ഡീറ്റെയിൽസ് കോപ്പി ചെയ്യാം. ആദ്യം വേണ്ടത് നമുക്ക് സെർവർ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ സെർവർ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ MetaTrader 5 എടുക്കുന്നു. അക്കൗണ്ട്സ് എന്ന് പറയുന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പൺ അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്പൺ അക്കൗണ്ട് കൊടുക്കുക, എന്നിട്ട് നമുക്ക് സെർവർ ഡീറ്റെയിൽസ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഇവിടെ HF മാർക്കറ്റ്സ്, നമ്മൾ സെർവർ അടിച്ചപ്പോൾ HF മാർക്കറ്റ്സ് SP ലിമിറ്റഡ് എന്ന് പറയുന്ന നമ്മുടെ സെർവർ വന്നു. ഇത് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കണക്ട് വിത്ത് ആൻ എക്സിസ്റ്റിംഗ് ട്രേഡ് അക്കൗണ്ട്, കാരണം ഓൾറെഡി നമുക്കൊരു ട്രേഡ് അക്കൗണ്ട് ഉണ്ട്. അത് എക്സിസ്റ്റിംഗ് ട്രേഡ് അക്കൗണ്ട് ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുവാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് HF മാർക്കറ്റ്സ് ഗ്ലോബൽ ഡെമോ എന്ന് പറയുന്നതാണ് നമ്മുടെ സെർവർ. അപ്പോൾ ഇവിടെ ആ ഒരു സെർവർ അല്ല സെലക്ട് ചെയ്തിട്ടുള്ളത്, നമുക്ക് HF മാർക്കറ്റ്സ് ഗ്ലോബൽ ഡെമോ എന്ന് പറയുന്ന സെർവറാണ് വേണ്ടത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് നമുക്ക് വേണ്ട യൂസർ ID എന്ന് പറയുന്നത് അക്കൗണ്ട് നമ്പർ ഇതാണ്. ഈ ഒരു അക്കൗണ്ട് നമ്പർ കോപ്പി ചെയ്യുക, ഈ ഒരു അക്കൗണ്ട് നമ്പർ ലോഗിൻ്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. പാസ്വേഡ് നമ്മൾ ഈ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ നേരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ്, HFMൻ്റെ പാസ്വേഡ് അല്ല. ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ ചോദിക്കും, അത് വെക്കണം. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ HFMൻ്റെ അക്കൗണ്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓൾറെഡി നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ HFMൻ്റെ അക്കൗണ്ട് ഇവിടെ കണക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സെർവർ ഡീറ്റെയിൽസ്, പാസ്വേഡ്, യൂസർ ID എല്ലാം ഇതാണ്. നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറേ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ യൂറോ USD എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏത് കറൻസി പേര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് വാച്ച് കാണാൻ പറ്റും, നമുക്ക് ടൂൾ ബോക്സ് കാണാൻ പറ്റും, നാവിഗേറ്ററിൽ നമ്മുടെ അക്കൗണ്ട് കണക്റ്റഡ് ആയിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ യൂറോ USDയുടെ ചാർട്ട് വിൻഡോ ആണ് ഞാൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് വിൻഡോയിൽ നമുക്ക് ഏത് ടൈം ഫ്രെയിം ആണ് സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു ടൈം ഫ്രെയിം സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ടൈം ഫ്രെയിമിൽ നമുക്ക് ന്യൂ ഓർഡർ എന്ന് പറയുന്ന മേളിലൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആയിട്ടുണ്ട്. നമുക്കിവിടെ കറൻസി പേഴ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, മെയിലിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. മെയിൻലി ടൈം ഫ്രെയിം ഒക്കെ നമ്മൾ ഇവിടെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ 5 മിനിറ്റ് വേണോ 15 മിനിറ്റ് വേണോ, നമുക്കിപ്പോൾ ഏത് പെയറാണ് വേണ്ടത്. യൂറോ USD ആണെങ്കിൽ യൂറോ USDയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ചാർട്ട് വിൻഡോ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അപ്പം ബേസിക്കലി നമുക്ക് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് വേണോ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ, അങ്ങനെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിലും ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് സേവ് ടെംപ്ലേറ്റ് കൊടുത്ത് നമ്മളൊരു ടെംപ്ലേറ്റ് ആയിട്ട് സേവ് ചെയ്യുവാണെങ്കിൽ ഇപ്പം അതും കാണിച്ചു തരാം. സേവ് ടെംപ്ലേറ്റ്, ഞാനിപ്പം ഉണ്ണി എന്ന് പറയുന്ന ഒരു ടെംപ്ലേറ്റ് ഇവിടെ സേവ് ചെയ്യുവാണെങ്കിൽ അടുത്തൊരു ചാർട്ട് എടുക്കുമ്പോഴേ, ഇപ്പോൾ GBP USD എടുക്കുമ്പോഴേ നോർമലി ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് എനിക്ക് എന്ത് ചെയ്യാം, ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവാം. ഉണ്ണി എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുവാണെങ്കിൽ ഞാൻ സേവ് ചെയ്ത ടെംപ്ലേറ്റിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കലി നമുക്ക് വേണ്ട പോലെ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുക, അതിന് ടെംപ്ലേറ്റ് സേവ് ചെയ്ത് വെക്കുക. ഓരോ ചാർട്ട് എടുക്കുമ്പോഴും നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വേണ്ട ചാർട്ട് കാണാൻ പറ്റും. പിന്നീട് നമുക്ക് വേണ്ട എന്താ, ഇതിൽ ബേസിക്കലി നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് കാണാൻ പറ്റും, എത്ര ഫ്രീ മാർജിൻ ഉണ്ടെന്നൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മേളിൽ ന്യൂ ഓർഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്.
അപ്പം നമുക്കറിയാം നമ്മുടെ ഫോണിലാണെങ്കിൽ നമുക്ക് ലൈനൊക്കെ ഡ്രാഗ് ചെയ്ത് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിവിടെ നമ്മൾ PC വേർഷനാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലി തന്നെ പ്രൈസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മാർക്കറ്റ് എക്സിക്യൂഷൻ ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് എക്സിക്യൂഷൻ കൊടുക്കുന്നത് പോലെ തന്നെ കറണ്ട് പ്രൈസിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. എത്ര ലോട്ട് സൈസ് വേണം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യണം. ഇപ്പോൾ 1 ലോട്ട് വേണോ, അല്ലെങ്കിൽ 0.01 ലോട്ട് വേണോ, 0.1 ലോട്ട് വേണോ, ഇത്രയായിരിക്കും വരുന്നത്. ഇവിടെ യൂണിറ്റ് കാണിക്കും. സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കേണ്ടത് മാനുവലി നമ്മൾ എൻ്റർ ചെയ്യണം. ടേക്ക് പ്രോഫിറ്റ് എവിടെയാണ് വെക്കേണ്ടതെന്ന് മാനുവലി എൻ്റർ ചെയ്യണം. നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യണം. ഓക്കെ, അപ്പം മാർക്കറ്റ് കറണ്ട് പ്രൈസ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും. ഇനി ഇൻസ്റ്റന്റ് പെൻഡിങ് ഓർഡർ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെൻഡിങ് ഓർഡറിന് നമുക്ക് നേരത്തെ പല ലിമിറ്റ് ഓർഡേഴ്സും സ്റ്റോപ്പ് ഓർഡേഴ്സും ഒക്കെ ഉണ്ട്. അതിൽ നമുക്കിപ്പോൾ ബൈ ലിമിറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ബൈ ലിമിറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി സ്റ്റോപ്പ് ലോസ് ഇപ്പം ഈ ഒരു സ്ഥലത്താണ് ഞാൻ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സ്ഥലത്താണ് എൻ്റെ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സ്ഥലത്താണ് എൻ്റെ ടാർഗറ്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു 3 ലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് റൈറ്റ് സൈഡിൽ അതിൻ്റെ പ്രൈസ് കാണാൻ പറ്റും അല്ലേ. എൻട്രി എടുക്കുന്ന സ്ഥലം, സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സ്ഥലം, ടാർഗറ്റ് വെക്കുന്ന സ്ഥലം. അപ്പോൾ ഇത് ഒരു ബൈ ലിമിറ്റ് ഓർഡറാണ്. അപ്പോൾ ഞാനിപ്പോൾ ബൈ ലിമിറ്റ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെൻഡിങ് ഓർഡർ എടുക്കുക, ബൈ ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. പ്രൈസ് ഏത് പ്രൈസിലാണ് ഞാൻ എൻട്രി എടുക്കാൻ പോകുന്നത്, 1.22503. സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ 1.22267. ടേക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ 1.23541. അപ്പം ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് എവിടെയാണ്, നമ്മൾ ഏത് പ്രൈസിലാണ് എൻട്രി എടുക്കുന്നത്, സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്ന് കൊടുത്തു. ഇനി ലോട്ട് സൈസ് നമുക്ക് ലോട്ട് സൈസ് കാൽക്കുലേഷൻ വെച്ച് തന്നെ ചെയ്യണം. ഇവിടെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് ഒരു റാൻഡം ലോട്ട് സൈസ് കൊടുക്കുകയാണ്. 0.02 ലോട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലേസ് കൊടുക്കാം. പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ ഓൾറെഡി ഈ ഒരു ലൈനിൻ്റെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബൈ ലിമിറ്റ് ഓർഡർ പ്ലേസ് ആയി. 0.02 ലോട്ടാണ്, ഈ ഒരു പ്രൈസിലാണ് ബൈ ലിമിറ്റ് ഓർഡർ വന്നിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്, ടാർഗറ്റ് ഇവിടെയാണ്. ഇങ്ങനെ നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അതൊരു പെൻഡിങ് ഓർഡർ ആയിട്ട് നമ്മുടെ ടൂൾ ബോക്സിൽ ഇവിടെ കാണാനും പറ്റും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, ടാർഗറ്റ് എവിടെയാണ്, എൻട്രി പ്രൈസ് എവിടെയാണ്, ലോട്ട് സൈസ് എവിടെയാണ്, ബൈ ലിമിറ്റ് ഓർഡർ ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി നമുക്കത് എൻട്രി ചെയ്യുന്നതിന് മുന്നേ ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോസ് ബട്ടൺ വെച്ച് ക്യാൻസൽ ചെയ്യാം. ഇനിയല്ല ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ മാറ്റണം എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. സ്റ്റോപ്പ് ലോസ് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരും. ഇതിൽ സ്റ്റോപ്പ് ലോസ് എവിടോട്ടാണോ ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് മോഡിഫൈ ചെയ്താൽ മതി. അപ്പം ഇങ്ങനെയാണ് ബേസിക്കലി ചെയ്യേണ്ടത്. ഇനിയും ആ ഒരു ഓർഡർ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഓർഡർ ഡിലീറ്റ് ചെയ്യുവാണ്. ബേസിക്കലി ഇങ്ങനെയാണ് ട്രേഡ് മാനേജ് ചെയ്യുന്നത്. ഇനി ഒരു ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ ആണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് പ്രോഫിറ്റും ലോസും ഒക്കെ കാണിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് എക്സിക്യൂഷൻ ചെയ്യുവാണ്. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്നും കറന്റ് വെക്കുന്നില്ല, കാരണം ഇവിടെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഒരു ബൈ ആണോ സെല്ലാണോ ഏതാ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കേസിൽ ഞാനിപ്പോൾ ബൈ കൊടുക്കുവാണെങ്കിൽ ഓൾറെഡി എൻ്റെ ഒരു ഓർഡർ പ്ലേസ് ആയി. കണ്ടോ, GBP USDയിൽ ഞാൻ ബൈ ഓർഡർ പ്ലേസ് ചെയ്തു. 0.02 ലോട്ടാണ്, ഈ ഒരു പ്രൈസിലാണ്. സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒന്നും വെച്ചിട്ടില്ല. പ്രൈസ് കറണ്ട് പ്രൈസ് ഇതാണ്. അപ്പോൾ അതുമായിട്ടുള്ള എൻ്റെ പ്രോഫിറ്റും ലോസും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. പ്രോഫിറ്റ് ആണെങ്കിൽ ബ്ലൂവിലും കാണാൻ പറ്റും, അല്ലെങ്കിൽ റെഡിൽ കാണാൻ പറ്റും. അപ്പം ഞാനിത് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഓൾറെഡി എന്താ എൻ്റെ ബാലൻസിൽ ഇത് അഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പം ഞാനിത് ക്ലോസ് ചെയ്യുവാണ്. ക്ലോസ് ചെയ്യുമ്പം എനിക്കിത് അഫക്റ്റഡ് ആവുന്നുണ്ട്. ഇതിൽ ഹിസ്റ്ററി എടുക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മളെടുത്ത ഓരോ ട്രേഡിൻ്റെയും ഹിസ്റ്ററി എങ്ങനെയാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഇപ്പോൾ പ്രോഫിറ്റ് നമുക്ക് -$5 ആണ് ഈ ഒരു ഡെമോ അക്കൗണ്ടിൽ. അങ്ങനെ ബേസിക്കലി എന്താണ് ഹിസ്റ്ററി എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇങ്ങനെയാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു ഇൻ്റർഫേസ് യൂസ് ചെയ്യേണ്ടത്.